ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിലൻ ഹോട്ട് ഡോഗ് വരട്ടുമായിട്ടാണ്. ഹോട്ട് ഡോഗ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ രുചികരമായിട്ട് നമുക്കിന്ന് ഉണ്ടാക്കാം. എന്നാൽ ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പാക്കറ്റ് ഹോട്ട് ഡോഗ്, 2 ഉള്ളി, ഒരു പച്ചമുളക്, ഒരു തക്കാളി, അതോടൊപ്പം അല്പം ക്യാപ്സിക്കം കൂടി എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിലും ഉണ്ടാക്കാം. ഇവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഉള്ളിയിട്ട് വഴറ്റിയെടുക്കാം. ഒരു പച്ചമുളകും അതോടൊപ്പം ഉള്ളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അല്പനേരം കൂടി വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ നിറം ഒന്ന് മാറി വന്നിട്ടുണ്ട്. തക്കാളി കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. തക്കാളി വഴന്നു വന്നിട്ടുണ്ട്. തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി 1 ടീസ്പൂൺ ചിക്കൻ ഗ്രേവി കൂടി ചേർത്ത് അല്പനേരം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മുടെ റെസിപ്പിയിലെ മെയിൻ ഐറ്റമായ ഹോട്ട് ഡോഗ് ചേർത്ത് വരട്ടിയെടുക്കാം. ഒരു പാക്കറ്റ് ഹോട്ട് ഡോഗ് റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഈ സമയത്ത് അടുപ്പിന്റെ ഫ്ലെയിം മീഡിയത്തിലേക്ക് കൂട്ടാം. 2-3 മിനിറ്റ് കൊണ്ട് ഇത് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഇവിടെ ഹോട്ട് ഡോഗ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അല്പം മല്ലിയിലയും ക്യാപ്സിക്കവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. നമ്മുടെ മസാല ഹോട്ട് ഡോഗ് വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് വളരെ ടേസ്റ്റിയാണ്. എരിവ് ഇഷ്ടമുള്ളവർക്ക് മുളക് പൊടി കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ്. അതുപോലെ ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാനും നല്ലതാണ്. ഇത് വളരെ ഈസി അല്ലേ ഉണ്ടാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ കമന്റും ലൈക്കും ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലീസിനും കൂടി അയച്ചു കൊടുക്കുക. അവർക്ക് കൂടി ഇത് ഉപകാരപ്പെടും. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാമോ? താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി വരുന്നവരേക്കും എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.